സ്പോൺലോസിസ് അല്ലെങ്കിൽ സ്പോൺലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 3 സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഇത് കംപ്ലീറ്റ്ലി സ്ട്രെങ്തനിങ് ആണ്. ഇപ്പം ചിലർക്ക് എല്ലിന് തേയ്മാനം ഉണ്ടാവും, എന്നാൽ അതേ സമയം തന്നെ മസിലിന് സ്റ്റിഫ്നെസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു നെക്ക് എക്സസൈസ്, ആ സ്റ്റിഫ്നെസ് കാരണം കൂടുതലും എല്ലാവരും ഈ മൂവ്മെന്റ്സിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. പക്ഷേ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ മസിലിനെ ആദ്യം സ്ട്രെങ്തൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള അയവ് മസിലുകൾക്ക് ഉണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യുന്നത് കൈയുടെ ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്തിട്ട് തലയുടെ പിൻഭാഗത്ത് വെക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടായി. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഒരുപാട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഈ മസിൽസിനെ, ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സ്ട്രെച്ച് ചെയ്ത് ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിലേക്ക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എൽബോസ് തമ്മിൽ ലൈനിലായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ബാക്കിൽ വരുന്ന ഷോൾഡർ മസിൽസും ഡെൽറ്റോയിഡ് എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഇതേപോലെ ഇനി ഫ്രണ്ടിൽ ഫോർഹെഡിൽ വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എൽബോസ് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ബാക്ക് മസിൽസും അതേപോലെ എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എൽബോ ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് എൽബോസിന് ബാക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈ ടൈറ്റ്നെസിനെക്കാളും നമ്മുടെ ജോയിന്റ്സിലേക്കാളും സ്ട്രെസ് വരാൻ തുടങ്ങും. ഓക്കെ, ഇതേപോലെ നമ്മൾ സൈഡിലേക്ക്, നമ്മുടെ ഹെഡിന്റെ സൈഡിൽ നമ്മൾ പാംസ് വെക്കുമ്പോൾ നമ്മുടെ പാംസിന്റെ ഈ ഒരു ഭാഗം, നമ്മുടെ ഏറ്റവും ഫ്ലഷ് വരുന്ന ഭാഗമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് ഈ സൈഡിൽ നമുക്ക് ആ ടൈറ്റ്നസ് തോന്നും, ഈ സൈഡിലെ ടൈറ്റ്നസ് തോന്നും. അതേപോലെ തന്നെ നമ്മുടെ ഡെൽറ്റോയിഡ് ഇപ്പൊ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ എൽബോ ഫ്രണ്ടിലേക്കായിരിക്കും പൊതുവെ, നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്കായിരിക്കും എൽബോ വരുന്നത്. എൽബോനെ കറക്റ്റ് ഒന്ന് ബോഡിയുടെ ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഇത് റൈറ്റ് സൈഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ.